മലയാളികളുടെ പ്രിയപ്പെട്ട മണിനാഥം നിലച്ചിട്ട് 10 വർഷത്തിലേറെയായി. കലാഭമണിയുടെ പാട്ടോ, ഡയലോഗോ കാണാതെ, കേൾക്കാതെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. ആ ശൂന്യത എപ്പോഴും അറിയുന്നുണ്ടെന്ന് പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ വേർപാട്. അന്ന് പാടിയിൽ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ മരണകാരണം ഇന്നും അജാന്തമായി അവസാനിക്കുകയാണ്. മർണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും പ്രേക്ഷകർക്ക് പരിചിതയാണ്. കുടുംബത്തെക്കുറിച്ച് അഭിമുഖങ്ങളെല്ലാം അദ്ദേഹം വാചാലനാകാറുണ്ട്. ആഗ്രഹിച്ചപ്പോൾ ഒരു പങ്കാളിയാണ് തനിക്ക് കിട്ടിയതെന്നായിരുന്നു നിമ്മിയെക്കുറിച്ച് പറഞ്ഞത്. മക്കളെക്കുറിച്ചും വാതോരെ സംസാരിക്കാറുണ്ട്. ഇടയ്ക്ക് അച്ഛനൊപ്പം ചാനൽ പരിപാടികളും മകളും പങ്കെടുത്തിരുന്നു. അത്യാവശ്യം മിമിക്രിയൊക്കെ അവൾക്കും വശമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ചമ്മലാണ്. എന്നാൽ ഞാൻ പറയും ചെയ്യും. അതല്ലേ എന്ന് ഇടയ്ക്കൊരു ഷോ മകളോട് ചോദിച്ചിരുന്നു. മകളുടെ പ്രകടനത്തിൽ കാണികൾ കൈയടിച്ചപ്പോൾ മണിക്കും സന്തോഷവതിയായിരുന്നു. മകളെ ഡോക്ടറാക്കി കാണണമെന്നായിരുന്നു ആഗ്രഹവും. പാവങ്ങളുടെ ചികിത്സയ്ക്കായി ഒരു ആശുപത്രി പണിയണം. അവിടെ മകളായിരിക്കും പ്രധാന ഡോക്ടർ. അധികം കാശൊന്നും വാങ്ങാതെ ചികിത്സയായിരിക്കുമെന്ന് മകളോട് മണി പറഞ്ഞത്. അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിനിടയിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു ശ്രീലക്ഷ്മി. ഇപ്പോഴിതാ അച്ഛൻ ആഗ്രഹിച്ച പോലെ മകൾ ഡോക്ടറായിരിക്കുകയാണ്. മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനായിരുന്നു ഈ വിശേഷം പങ്കുവച്ചതും. മണിച്ചേട്ടൻ്റെ കുടുംബത്തിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിലോ അഭ്യൂഹങ്ങളോ ഒന്നും അമ്മയും മകളെയും കാണാറില്ല. ഇടയിൽ സുഹൃത്തുക്കളാരോ പങ്കുവച്ച വീഡിയോ ശ്രീലക്ഷ്മിയെ കണ്ടിരുന്നു. MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് പാപ്പ എന്ന ശ്രീലക്ഷ്മി. ചേട്ടൻ ആഗ്രഹിച്ചപ്പോൾ അവൾ ഡോക്ടറായി. പാവങ്ങളുടെ ഡോക്ടറാകണം എന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. ചാലിക്കോടിലെ മണിക്കൂടാരത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ശ്രീലക്ഷ്മിക്കൊപ്പമായിരുന്നു നിമ്മിയും എറണാകുളത്തേക്ക് പോയതായിരുന്നു വീട് അടച്ചിടേണ്ടി വന്നത്. അവധി കിട്ടുമ്പോൾ അവർ ഇങ്ങോട്ട് വരാറുണ്ട്. മണിച്ചേട്ടനില്ലെങ്കിലും മണിക്കൂടാരം കാണാനും